ചേന്ദമംഗലത്തിന്റെ പൈതൃകം വിളിച്ചോതി വിഷു ആഘോഷിക്കാൻ മാറ്റച്ചന്ത സജീവം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പാലിയത്തെ മാറ്റപ്പടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിഷു ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലാണ് നാടും നഗരവും. പറവൂർ ചേന്ദമംഗലത്തുകാർക്ക് വിഷു എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിയ ആഘോഷം തന്നെയാണ്. കാരണം അവർക്ക് ഈ വിഷുനാളിൽ അവരൊരു ചന്ത തന്നെ സംഘടിപ്പിക്കുക, ഒരു മാറ്റച്ചന്ത എന്നുള്ളതാണ് ആ ചന്തയുടെ പേര്. ഇതിനൊരു ചരിത്രം കൂടിയുണ്ട്. അതായത് പാലിയത്തച്ഛന്മാരുടെ കാലത്ത് മുതൽ തുടങ്ങിയ ഒരു ചന്തയാണിത്. അതിപ്പോഴും വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ കാലങ്ങളിൽ ഇത് ബാർട്ടർ സംവിധാനത്തിലായിരുന്നു ഇവിടെ ചന്ത പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇന്ന് പുതിയ കാലത്തിൻ്റെ വിനിമയ രീതിയാണ് ഇവിടെ സ്വീകരിക്കുന്നത്. പക്ഷേ ആ ഓർമ്മ ഇപ്പോഴും അവർ നിലനിർത്തുകയാണ്. ഇത് ഇവിടെ എല്ലാം കിട്ടും. എല്ലാവരും ഉണ്ട്, എല്ലാവരും കിട്ടും. 38 വർഷമായിട്ട് വരാറുണ്ട്. 38 വർഷമായിട്ട് ഇവിടെ വെച്ചിട്ട് കാലം തുടങ്ങിയവരാണല്ലോ. ചേച്ചി എങ്ങനെ എല്ലാ വർഷവും വരാറുണ്ടോ? ഞാൻ ആദ്യമായിട്ടൊന്നും കിടന്നാ. ഈ നാട്ടുകാരിയല്ല? അല്ല. കേട്ടിട്ടുണ്ടോ ഈ ചന്തയെ കുറിച്ച്? ആണോ? പണ്ടേ കേട്ടിട്ടുണ്ട്. പണ്ടേ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ചന്തയുടെ പ്രത്യേകത? എറണാകുളം ജില്ലയിൽ ചേന്ദമംഗലത്ത് മാറ്റപ്പാടം എന്ന സ്ഥലത്ത് മാത്രമേ മകുടം കിട്ടുകയുള്ളൂ. വേറെ ഓരോരുത്തും കിട്ടൂല. കൊല്ലത്തിൽ ഒരു തവണ മാത്രമേ ഇത് കിട്ടുന്ന ഇതുള്ളൂ. ചേട്ടാ, ഇത് എത്ര വർഷമായിട്ട് ഈ രീതിയിൽ നടന്നു വരുന്നു? ഇത് 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൊച്ചി രാജാക്കന്മാരുടെ രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിമാരായിരുന്ന പാലിയത്തച്ഛന്മാരുടെ കാലത്താണ് ഈ വിഷുമാറ്റച്ചന്ത ഇവിടെ ആരംഭിക്കുന്നത്. വർഷങ്ങളുടെ പഴക്കമുണ്ട്. അന്ന് നാണയ സമ്പ്രദായം ഉണ്ടായിരുന്നില്ല, ബാർട്ടർ സമ്പ്രദായത്തിലാണ്. അതായത് ചക്ക കൊടുത്ത് മാങ്ങ വാങ്ങുകയും മാങ്ങ കൊടുത്ത് അരി വാങ്ങുകയും ഇഞ്ചി കൊടുത്ത് മഞ്ഞൾ വാങ്ങുകയും ഒക്കെ ചെയ്തിരുന്ന ആ പഴയ കാലത്തിൻ്റെ സ്മരണയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. കേരളത്തിൽ ആകെ നടക്കുന്ന ഒരു മാറ്റച്ചന്ത ഈ ചേന്ദമംഗലത്താണ്. ഇത് നിലനിർത്തി പോവുകയാണ്. പണ്ട് കാലത്ത് നമ്മുടെ ഇവിടെ അടുത്തുള്ള തോടുകളിലൂടെ വള്ളങ്ങളിലും വഞ്ചികളിലും കാളവണ്ടിയിലുമാണ് ഇവിടെ സാധനങ്ങൾ എത്തിയിരുന്നത്. പ്രധാനമായും കൃഷി ഉൽപ്പന്നങ്ങൾ, കൃഷിക്ക് ആവശ്യമായ സാമഗ്രികൾ, ചെത്തുതൊഴിലാളിക്ക് ആവശ്യമായ കുംഭം, കത്തി, ഇതെല്ലാം ഈ മാറ്റച്ചന്തയിൽ നിന്നാണ് കിട്ടുന്നത്. മൺചട്ടി, മൺപാത്രം. പുതിയ കാലത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ ഇപ്പൊ കിട്ടും. ഇപ്പോ എല്ലാം ഉണ്ട്. എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എല്ലാ വർഷം വരാറുണ്ടോ? എന്തുകൊണ്ട് ഉണ്ടാക്കിയതാ? എന്താ വിഷുവായിട്ട് എല്ലാ വർഷം വരാറുള്ളതാണ് ഇവിടെ? കഴിഞ്ഞെല്ലാം വന്നായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അമ്മയ്ക്ക് നൊസ്റ്റാൾജിയ, ഞങ്ങൾക്ക് മെമ്മറീസ്. ഇങ്ങനെ വർഷം കഴിയുന്തോറും ഇങ്ങനെ കൂടി വരുവാണ് ഇവിടുത്തെ ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞെല്ലാം വന്നത്. അപ്പോൾ വീണ്ടും വരാനായിട്ട് തോന്നുന്നു. ചേന്ദമംഗലത്തിന്റെ പൈതൃകം അങ്ങനെ അനസ്യൂര്യം തുടരുകയാണ്. വിനു പാമ്പയ്ക്കൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.